വേങ്ങണ്ടിയൂർ ശ്രീ പനയംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഗുരുസ്ഥാനിയരെ ആദരിച്ചു. ധ്വജപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഗുരുസാഗരം പരിപാടിയിലാണ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഗുരുസ്ഥാനിയരെ ആദരിച്ചത്. പ്രശസ്ത പ്രഭാഷകൻ വി.കെ. സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ പഴങ്ങംപറമ്പ് വടക്കേമന കൃഷ്ണൻ നമ്പൂതിരി, സതീശൻ തന്ത്രി, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, മഞ്ഞളാവിൽ പീതാംബരൻ നായർ, സി നാരായണ മേനോൻ, സീതമ്മ പഴയടത്ത്, മഞ്ഞളാവിൽ കല്യാണിക്കുട്ടി ജനാർദ്ദനൻ നായർ, ഫീനിക്സ് ഹോസ്പിറ്റൽ എം.ഡി. ഡോക്ടർ ഇ.കെ. രാമചന്ദ്രൻ എന്നിവരുൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള 59 പേരെയും ചടങ്ങിൽ ആദരിച്ചു. ഗുരുസാഗരം പരിപാടിയുടെ പ്രധാന സംഘാടകനായ പഴയടത്ത് ജയപ്രകാശിനെയും ക്ഷേത്രം തന്ത്രി ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് പുരാണ ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി ക്വിസ് മത്സരം സംഘടിപ്പിക്കുകയും വിജയികൾക്ക് പാരിതോഷികമായി ക്യാഷ് പ്രൈസ് നൽകുകയും ചെയ്തു. സംസ്കാരം എന്ന് പറയുന്നത് ഒരു പ്രവാഹമാണ്. അതിലെ തോണി മാത്രമാണ് നമ്മൾ. ഞാൻ എഴുതിയ ഒരു കവിത ഇവിടെ ചൊല്ലാം. പുഴയും തോണിയും തമ്മിൽ തർക്കം നടന്നു. ആരാണ് പ്രഗത്ഭൻ എന്നായിരുന്നു തർക്കം. തർക്കത്തിൽ വിജയിച്ചത് തോണിയായി. തോണിയുടെ വാദം ഇങ്ങനെയായി: ഞാനാണ് മുകളിൽ, നീ എന്റെ അടിയിലാണ്, അപ്പോൾ ഞാനല്ലോ പ്രഗത്ഭൻ. പുഴ തോൽവി സമ്മതിച്ച് വറ്റിക്കളഞ്ഞു. പുഴ തോൽവി സമ്മതിച്ച് വറ്റിക്കളഞ്ഞു. തോണി ഇപ്പോൾ മണ്ണുമായി തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇതായിരുന്നു കവിത.